ഓരോ കേരളീയ ക്ഷേത്രത്തിലും നിങ്ങൾ കാണുന്ന എന്നാൽ നിഗൂഢമായ ഐതിഹ്യങ്ങൾ ഒളിപ്പിച്ചുവെച്ചിട്ടുള്ള ഒരു ഘടകമുണ്ട്, അതാണ് ബലിക്കല്ലുകൾ. ഇവ വെറും കല്ലുകളല്ല, ക്ഷേത്രത്തിലെ പ്രധാന ദേവനെപ്പോലെ തന്നെ ആരാധനാക്രമത്തിൽ വലിയ സ്ഥാനമുള്ള ഈ കൽപ്പീഠങ്ങൾ എന്തുകൊണ്ട് ക്ഷേത്രത്തിന് ചുറ്റും സ്ഥാപിച്ചിരിക്കുന്നു. ബലിക്കല്ലുകൾ കേരളീയ ക്ഷേത്രശില്പവിദ്യയിലെ അവിഭാജ്യ ഘടകമാണ്. ഇവ പ്രധാനമായും ചതുരാകൃതിയിലോ പീഠാകൃതിയിലോ കാണപ്പെടുന്നു. ക്ഷേത്രം എന്നത് ഒരു പ്രപഞ്ച മാതൃകയാണ് എന്ന സങ്കല്പത്തിൽ ഈ കല്ലുകൾ ക്ഷേത്രത്തിലെ പരിവാര ദേവതകളെയും അതുപോലെ അഷ്ടദിക്പാലകരെയും ആണ് പ്രതിനിധീകരിക്കുന്നത്. ഈ 8 ദിക്കുകളിലെ കാവൽക്കാരെ ഇവ സൂചിപ്പിക്കുന്നു. ഇന്ദ്രൻ, അഗ്നി, യമൻ, നിര്യതി, വരുണൻ, വായു, കുബേരൻ, ഈശാനൻ എന്നിവരാണ് ആ ദിക്പാലകർ. ക്ഷേത്ര ശ്രീകോവിലിനു ചുറ്റും പ്രത്യേക സ്ഥാനങ്ങളിൽ ഈ കല്ലുകൾ സ്ഥാപിക്കുന്നു. ബലിക്കല്ലുകളുടെ നിരയിൽ തന്നെ ക്ഷേത്രത്തിലെ പ്രധാന ശക്തികളായ സപ്തമാതൃക്കളുടെ സ്ഥാനവും ഉൾക്കൊള്ളുന്നു. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ തുടങ്ങിയ ദേവന്മാരുടെ ശക്തിയിൽ നിന്ന് ഉടലെടുത്ത ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി എന്നീ 7 ദേവിമാരാണ് സപ്തമാതൃക്കൾ. ഇവരെയും ബലിക്കല്ലുകളോടൊപ്പം ആരാധിക്കുന്നു. ക്ഷേത്രത്തിലെ ദിവസേനയുള്ള ബലിതൂവൽ എന്ന പ്രധാന കർമ്മം ഈ കല്ലുകളിലാണ് സമർപ്പിക്കുന്നത്. ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന എല്ലാ ശക്തികൾക്കും നൈവേദ്യം നൽകി അവരുടെ അനുഗ്രഹം നേടുന്ന ഒരു പ്രധാന ചടങ്ങാണിത്. ധ്വജസ്തംഭത്തിന് അഥവാ കൊടിമരത്തിന് സമീപം കാണുന്ന ഏറ്റവും വലിയ കല്ലാണ് മഹാബലിക്കല്ല്. പ്രദക്ഷിണം വെക്കുമ്പോൾ ഈ ദേവതാസ്ഥാനങ്ങളെ വലം വെക്കുകയോ മറികടക്കുകയോ ചെയ്യുന്നത് ആചാരലംഘനമായി കണക്കാക്കുന്നു. അതുകൊണ്ട് അടുത്ത തവണ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ ബലിക്കല്ലുകൾ ക്ഷേത്ര ആരാധനയുടെ സൂക്ഷ്മമായ കണക്കുകൂട്ടലുകളുടെയും ഐതിഹ്യങ്ങളുടെയും ഭാഗമാണെന്ന് ഓർക്കുക.